ഭയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുണക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസമുയർത്തേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു, തിരുവാക്യങ്ങൾ ശാന്തിരക്കുകയും മർത്യനമർത്യത തുടരുന്നു. ജയമുള്ളോരക്ഷയരാകും മർത്യതയേകും സകലേശം, ഇന്ദ്രനാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ പാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടൊന്നിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിരുത്തണമേ. നല്ലവരൊത്തു വരമ്പാവേ നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, ക്രിസ്തുപൗലോസ്ലീഹാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാകാത്തയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിശ്ചിതായും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. 68 വർഷത്തെ ധന്യമായ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് സ്വർഗീയ സമ്മാനത്തിനായി യാത്ര തിരിക്കുന്ന കുഞ്ഞാക്കോച്ചേട്ടന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നരനായി ഉലകിൽ വന്നു പിറന്നാൽ മൃതിദാൻ അന്ത്യം പരിവാദ
മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരുവനെയും തിരിക്കുന്നത് മരണം എന്നുള്ളൊരു കവാടമാണ് എന്നൊരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കവാടവും കടന്ന് വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നുള്ളൊരു രക്ഷകനെ കർത്താവായ യേശുവിനെ നാം എല്ലാം കാത്തിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുഞ്ഞാക്കോച്ചേട്ടൻ യാത്രയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി മധുരിക്കുന്ന ഓർമ്മകൾ എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു സാധു മനുഷ്യൻ. തന്റെ 4 മക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി തന്റെ ആയുസ്സിലേറെ പങ്കും അധ്വാനത്തിലൂടെ ചിലവഴിച്ച് അവസാനം മക്കളെയെല്ലാം ഒരു നിലയിലെത്തിച്ച് സന്തോഷത്തോടുകൂടി തന്റെ സ്നേഹനാഥന്റെ അടുക്കലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുവാനുള്ള അവസരവും ലഭിച്ച ചരിതാർത്ഥത്തോടെയാണ് കുഞ്ഞാക്കോച്ചേട്ടൻ നമ്മെ വിട്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഈ പ്രാർത്ഥന കേട്ട് ഏതാനും നാളുകളായി നല്ലൊരു മരണത്തിന് ഒരുങ്ങുവാനായിട്ടുള്ള അവസരം, കർത്താവിനോട് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള സാഹചര്യം കുഞ്ഞാക്കോച്ചേട്ടന് ലഭിച്ചു എന്നതില്, കൊടുത്തു എന്നതില് ദൈവത്തിനോട് നന്ദി പറയണം. ഈ ദിവസങ്ങളിലൊക്കെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ യാത്രയ്ക്കുള്ള തിരുപ്പാധേയമായ രോഗിലേപന കൂടാശയും വിശുദ്ധ കുർബാനയും ഒക്കെ സ്വീകരിച്ച് വളരെ ഒരുക്കത്തോടുകൂടി മരിക്കുവാനായിട്ട്, സന്തോഷത്തോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനായിട്ട് കുഞ്ഞാക്കോച്ചേട്ടന് കഴിഞ്ഞു. കുഞ്ഞാക്കോച്ചേട്ടന്റെ ഈ ശവമഞ്ചത്തിന് ചുറ്റും നിന്ന് നമ്മളും ഈ മതസംസ്കാര ശുശ്രൂഷയിൽ കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നമുക്കുമുണ്ട് ഇതുപോലൊരു ദിവസം, ഇതുപോലെ ഒരുക്കമുള്ള ഒരു മരണം തരണമേ എന്നാണ്. ഒപ്പം മക്കളുടെയൊക്കെ അനുസരിച്ചുള്ള ശുശ്രൂഷകള് സ്വീകരിക്കുവാനുള്ളൊരു ഭാഗ്യം കുഞ്ഞാക്കോച്ചേട്ടന് കിട്ടിയതുപോലെ കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേട്ടനും ചേട്ടനും ചേച്ചിയും ഇവിടെ ഉണ്ട്. ഇതാ നമുക്കറിയാം, ഇത് ഇവിടെ വന്ന് ജീവിതത്തിൽ വന്ന് അച്ഛനെ ശുശ്രൂഷിച്ച് 2 ദിവസം മുമ്പാണ് പോയിരിപ്പോൾ വിദേശത്തായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ കണ്ടുകൊണ്ട് പങ്കുചേരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വതയ്ക്ക് മനസ്സിൽ വിഷമമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല. എന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മക്കൾ എന്ന നിലയിൽ ഇവർ 4 പേരും അവരുടെ കടമ മാതാപിതാക്കളോട്